നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത സീസണിലേക്ക് ടീമിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾക്ക് നേരത്തെ തന്നെ റയൽ മാഡ്രിഡ് തുടക്കം കുറിച്ചിരുന്നു. നമുക്കറിയാം, എൻട്രിക്ക് വരുന്ന സമ്മറിലാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കിലിയൻ എംബപ്പയ്ക്ക് വേണ്ടിയുള്ള റയലിന്റെ ശ്രമങ്ങൾ ഇപ്പോൾ ഫലം കണ്ടിട്ടുണ്ട്. എംബപ്പയും അടുത്ത സമ്മറിൽ ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യും. അതിനൊക്കെ പുറമെ അൽഫോൺസോ ഡേവിസിനെ കൂടി അടുത്ത സീസണിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് നിലവിൽ റയൽ മാഡ്രിഡ് ഉള്ളത്. ഇതിനൊക്കെ പുറമെ ഹാലൻഡിനെ സ്വന്തമാക്കാനും റയലിന് താല്പര്യമുണ്ട്. ഗലാക്ടിക്കോസ് ടീമിനെ നിർമ്മിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ റയലിന്റെ ലക്ഷ്യം. ഇതേക്കുറിച്ച് ലാലിഗ പ്രസിഡന്റായ ഹവിയർ ടബാസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എംബപ്പെ 99% റയൽ മാഡ്രിഡിൽ എത്തിക്കഴിഞ്ഞുവെന്നും എന്നാൽ ഹാലൻഡിനെ സ്വന്തമാക്കുക എന്നത് കോംപ്ലിക്കേറ്റഡ് ആയ അഥവാ സങ്കീർണമായ ഒരു കാര്യമാണ് എന്നുമാണ് ടബാസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ കോമ്പറ്റീഷനിൽ ഏറ്റവും മികച്ച താരങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എംബപ്പെ അടുത്ത സീസണിൽ 99.99% റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷെ ഹാലൻഡിന്റെ കാര്യം വളരെ സങ്കീർണമാണ്. അദ്ദേഹം കുറച്ചു കാലം കൂടി മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ കാണും. പിന്നീടായിരിക്കും അദ്ദേഹം ക്ലബ്ബ് വിടുന്ന കാര്യം പരിഗണിക്കുക. ഇതാണ് ലാലിഗ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, സമീപകാലത്ത് ഒരുപാട് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. കഴിഞ്ഞ സമ്മറിൽ സ്വന്തമാക്കിയ ജൂഡ് ബെല്ലിംഗ്ഹാം അവർക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയോട് സമനില വഴങ്ങിയിരുന്നു. ഇനിയിപ്പോ രണ്ടാം പാദ മത്സരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് അരങ്ങേറുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.